സാധാരണ ഒരു ചാമ്പ്യൻഷിപ്പ് ഒരുപാട് കമന്റുകൾ വരാറുണ്ട്, കമന്റ്സുകൾ വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പഴുതടച്ചുകൊണ്ട് സെലക്ടഡായ തെരഞ്ഞെടുക്കപ്പെട്ട ജഡ്ജിമാരെ പറ്റിയാണ്. ആക്ച്വലി നമ്മൾ ഒരു 3 മാസം ഓഫീസിലെ കാര്യങ്ങൾ മാത്രമല്ല, ടൂർണമെൻറ്റിൻ്റെ 14 ജില്ലകളിൽ നിന്നും സ്പോർട്സ് കൗൺസിൽ ജില്ലകളാണ് എനിക്ക്. അവിടെ ഇപ്പോൾ അതിൻ്റെതായ ഒരു ഗൗരവത്തോടെ നമ്മൾ അതിനെ കാണുകയും അതാത് ജില്ലകളിൽ നിന്നും വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മൾ ടൂർണമെൻറ്റുകൾ നടത്തുകയും അതിൽ നിന്ന് ഒരു കാറ്റഗറിയിൽ 2 പേരെ വെച്ച് സെലക്ട് ചെയ്ത് അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി, ടൂർണമെൻറ്റിൻ്റെ ഒരു ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയാണ് ചെയ്തത്. ഇവിടെ ക്രമീകരിച്ച ടൂർണമെൻറ്റ് നടത്തിപ്പനുസരിച്ച് നമ്മൾ 8 ബൗട്ടുകളിലായിട്ടാണ് നമ്മൾ ടൂർണമെൻറ്റ് നടക്കുന്നത്. 100 റഫറീസിനെ ഡിപ്ലോയ് ചെയ്യുന്നു. അപ്പോൾ ആവശ്യമുള്ള റഫറീസ് ജഡ്ജസുകളുണ്ട്. അതിലുപരിയായിട്ട് ഈ പാർട്ടിസിപ്പൻസിന് വേണ്ട എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഞങ്ങൾ ഒരുക്കുകയുണ്ടായി. ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം ഒരുക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ടൂർണമെൻറ്റിന് നടത്തിപ്പുമായിട്ടുള്ള ക്രമീകരണം അതാത് സമയത്ത് അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കത്തൊന്ന് ചെയ്യുകയുണ്ടായി. 2150 പാർട്ടിസിപ്പൻസാണ് വേണ്ടി. ഈ 2150 പാർട്ടിസിപ്പൻസിൻ്റെ മത്സരങ്ങൾ 3 ദിവസമായിട്ട് സമയബന്ധിതമായിട്ട് നടത്തി തീർക്കാനുള്ള ഒരു വലിയ ടാസ്ക്കായിരുന്നു നമ്മൾ ഏറ്റെടുത്തത്. 2 ദിവസവും ഈ നിമിഷം വരെയും യാതൊരുവിധ പരാതികൾക്കും ഇടവരാത്ത രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇത് പങ്കെടുത്ത എല്ലാവരും, പേരൻസ് ഉൾപ്പെടെയുള്ളവരും മറ്റ് പുറത്തുനിന്ന് വന്നവരും മറ്റ് സ്പോർട്സ് രംഗത്തുള്ളവരും നമ്മളോട് പറയുകയുണ്ടായി, ഇത്ര വ്യക്തമായ രീതിയിലും കുറ്റമറ്റ രീതിയിലും സമീപകാലത്തൊന്നും ഇതിലൊരു ടൂർണമെൻറ്റ് നടന്നിട്ടില്ല. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ സ്പോർട്സ് കൗൺസിൽ, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ഒളിമ്പിക് അസോസിയേഷൻ അംഗീകരിച്ചിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയാണ് കേരള കരാട്ടെ. അപ്പോൾ ആ നിലവാരത്തിലേക്ക് ഞങ്ങൾക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യാതൊരു പരാതിക്കും ഇതൊരാൾ ചെയ്യാൻ ഇപ്പോൾ പറഞ്ഞല്ലോ 2200 കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇതിൽ മിക്കവാറും ഉള്ള ജില്ലകളിൽ പ്രധാനപ്പെട്ട ജില്ലകൾ ചില ജില്ലകളുണ്ട്, അതുതന്നെ തന്നെ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ജില്ലകളുമുണ്ട്. ഏതാണ്ട് 200ഓളം കുട്ടികൾ ആണ് മിക്കവാറും ജില്ലകളിൽ നിന്ന്, തിരുവനന്തപുരം ഉൾപ്പെടെ, കൊല്ലം ഉൾപ്പെടെ, കോട്ടയം ഉൾപ്പെടെയുള്ള കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, ഇതൊക്കെ 200ഓളം കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഏകദേശം 2200ഓളം കുട്ടികളാണ് ഈ 3 ദിവസങ്ങളിലായി പ്രത്യേകം കാറ്റഗറിയിലുള്ള കൊച്ചുകുട്ടികളുടെ കാറ്റഗറി ആയിരുന്നു ആദ്യത്തെ ദിവസം. 2ാമത്തെ ദിവസം കുറച്ചുകൂടി കേരളത്തിൽ കുട്ടികളായി. ഇന്നത്തെ ദിവസം 3ാമത്തെ ദിവസം ജൂനിയറും സീനിയറും ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇങ്ങനെ കൺവെർട്ട് ചെയ്ത് ഞങ്ങൾ മത്സരം നടത്തുന്നത് തന്നെ എല്ലാം കൊണ്ടുള്ള സൗകര്യങ്ങൾ. ഇപ്പോൾ ഈ നാഷണൽ ലെവലിൽ സ്കൂൾ ഇത് നടക്കുക, യൂണിവേഴ്സിറ്റി മത്സരം നടക്കുക, അതിൻ്റെ കുട്ടികൾ കൂടി ഇതിനകത്ത് പങ്കെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അവരെല്ലാം സീനിയേഴ്സ്, അതാണ് ഇന്ന് വെച്ചത്. അവരിന്നലെയാണ് അവിടെ നിന്ന് ഇവിടെ എത്തിയത്. അപ്പോൾ അവർക്ക് കൂടി പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ ഇന്നും ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ വിശാലമായി, പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ കേരള കരാട്ടെ അസോസിയേഷൻ ഒരു ടൂർണമെൻറ്റ് നടത്തിയിട്ട് ഏകദേശം 10 പതിറ്റാണ്ടുകൾ കഴിഞ്ഞുള്ളതാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം പോലുള്ള ഒരു നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഇത്തരത്തിലുള്ള വിശാലമായിട്ടുള്ള ടൂർണമെൻറ്റ് നടത്തണമെങ്കിൽ ലക്ഷങ്ങളുടെ ചിലവാണ്. അപ്പോൾ ഈ ലക്ഷങ്ങളുടെ ചിലവ് ഞങ്ങളെ സംബന്ധിച്ച് കുട്ടികളിൽ നിന്ന് അമിതമായി ഫീസ് വാങ്ങിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു അസോസിയേഷനാണ്. കാരണം ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ അംഗീകാരവും ഈ സ്പോർട്സ് കൗൺസിലിൻ്റെയും ഈ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഒക്കെ അംഗീകാരത്തോട് നിൽക്കുന്ന ഞങ്ങളുടെ അസോസിയേഷനെ അനാവശ്യമായിട്ടുള്ള പണപ്പിരിവ് നടത്താൻ സാധ്യമല്ല. ചർച്ചയ്ക്ക് ഭാഗത്തിന് മാത്രമല്ല സാർ, ഈ പറയുന്ന ഞങ്ങൾ ഈ അനധികൃതമായിട്ടുള്ള കരാട്ടെ സംഘങ്ങളാണ് ഇപ്പോൾ ഇവിടെ ക്യാഷിൻ്റെ കളി നടത്തുന്നത്. അവർക്ക് ഞങ്ങൾ ഇത്തരത്തിലുള്ള നടപടികൾ നടത്തുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവരിത് വേറെ പല കാരണങ്ങൾ കാണിച്ചു കൊണ്ടിട്ട് അവർ കേസിന് പോകും. ഇത്തരത്തിലുള്ള ഞങ്ങളുടെ ടൂർണമെൻറ്റുകൾ നടക്കരുത്, ഗവൺമെൻറ് തലം ടൂർണമെൻറ്റുകൾ നടക്കരുത്. മാത്രമല്ല ഗവൺമെൻറ് തല വിശ്വാസമുള്ള അസോസിയേഷൻ ഏതാണെന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കരുത് എന്ന് കുറച്ച് പേർക്ക് താല്പര്യമുണ്ട്. എന്നാൽ ഈ പറയുന്ന ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഈ പറയുന്ന പ്രൈസ് മണിയും അതേപോലെ അംഗീകാരവും ഈ സ്കൂളിൽ അവരുടെ ഗ്രേസ് മാർക്ക്, ജോലിക്ക് സാധ്യത, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അസോസിയേഷനിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ്. മറ്റ് 10,000-കണക്കിന് ഈ ഹാളിൽ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പേ മറ്റൊരു ടൂർണമെൻറ്റ് നടക്കുവാൻ സാധ്യതയായി. കോടതി റദ്ദ് ചെയ്യേണ്ടി വന്നു. അത് ഞങ്ങൾക്ക് ഇടപെടേണ്ടി വന്നു. എന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതാണ് യഥാർത്ഥ സംഘടന എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ടൂർണമെൻറ്റ് നടത്താൻ പോകുന്ന എല്ലാ സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ കോടതിയെ സമീപിച്ചു. വർഷങ്ങൾക്ക് മുമ്പേ കോടതിക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ് കേരള കരാട്ടെ അസോസിയേഷൻ 45 ടൂർണമെൻറ്റാണ്. 45 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ അസോസിയേഷൻ, അതിൻ്റെ സർവ്വവിധ രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ രേഖകളെല്ലാം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഞങ്ങൾ ഈ ടൂർണമെൻറ്റ് സ്റ്റേ ചെയ്യുവാൻ അവർ ശ്രമിച്ചുവെങ്കിലും യഥാർത്ഥത്തിൽ നടന്നില്ല. കോടതിക്ക് നല്ല ബോധ്യമാണ് ഈ അസോസിയേഷൻ വളരെ ജെന്യുവനാണ് എന്ന്
വെച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് വീണ്ടും ഇവിടെ ഈ അനുവാദം തന്നത്. അല്ല, കഴിഞ്ഞ വർഷം ഇപ്പോൾ പറഞ്ഞപ്പോൾ ഒരു കമൻസ് വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ വേൾഡ് കരാട്ടെ ഫെഡറേഷൻ അംഗീകരിച്ചത് കായി എന്ന സംഘടന ഫിയോണ സംഘടനയാണ്. അപ്പോൾ അതാണ് സത്യത്തിൽ ഇവിടെ തിരുവനന്തപുരം അല്ലെങ്കിൽ കേരളത്തിൽ കൊടുക്കേണ്ടത്. എന്തിനാണ് മറ്റൊരു സംഘടനയെ കൊടുത്തുവെന്നൊരു ചർച്ച വന്നിരുന്നത്. അതിനെങ്ങനെയാണ് സത്യത്തിൽ കാണുന്നത്? സത്യത്തിൽ അങ്ങനെ ഒരു വേൾഡ് കരാട്ടെ ഫെഡറേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷനൊക്കെ പാലിക്കുന്ന ഞങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു കമൻസ് എന്താണ് പറഞ്ഞത്? സാർ, അതൊക്കെ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. കാരണം ഈ നാഷണൽ ലെവലിൽ കരാട്ടയ്ക്ക് ഒരു ഫെഡറേഷൻ ഇല്ല, അംഗീകരിക്കപ്പെട്ടിട്ടില്ല. നാഷണൽ ലെവലിൽ അംഗീകരിക്കപ്പെടാത്ത ഒരു സംഘടനയെ വേൾഡ് തലത്തിൽ എങ്ങനെ അംഗീകരിക്കപ്പെടുമെന്ന് മനസ്സിലായില്ല. അത് നിയമത്തിന്റെ വിഷയമാണ്. അത് ഞങ്ങൾ കോടതിക്ക് പോകാൻ പോവുക. കാരണം ഇത് എങ്ങനെ വേൾഡ് ഫെഡറേഷനിൽ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കേരളത്തിൽ അംഗീകരിക്കുന്നില്ല. കേരളത്തിൽ അംഗീകരിക്കാത്ത അതുകൊണ്ട് നാഷണൽ ഫെഡറേഷനിൽ ഇങ്ങനെ കരാട്ടയ്ക്ക് ഒരു അസോസിയേഷൻ അംഗീകാരമുള്ള ഫെഡറേഷൻ ഇല്ല. ഇത് അങ്ങനെ ഉള്ളത് എങ്ങനെ വേൾഡ് ഫെഡറേഷൻ വേറെ ഇടവഴികളിൽ കൂടി വേറെ വളഞ്ഞ വഴികളിൽ കൂടി വേൾഡ് ഫെഡറേഷനിൽ ഇവർ ചില ആളുകളുടെ സ്വാധീനം ഉപയോഗിച്ചിട്ട് കുട്ടികളെ വിടുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ യാതൊരുവിധ അംഗീകാരവും ഈ പറയുന്നത് നമ്മുടെ രാജ്യത്തോ അല്ലെങ്കിൽ വലിയ രാജ്യത്തോ ഇന്നുവരെയും ഇല്ല എന്നുള്ളത്. ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് നാഷണൽ ഫെഡറേഷൻ ഇല്ലാന്ന് പറയുന്നത്. ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേൾഡ് ഫെഡറേഷൻ ഇല്ലാന്ന് പറയുന്നത്. ഞങ്ങൾ സത്യസന്ധമാണ് പറയുന്നത്. ഞങ്ങൾ ആരെയും ചതിക്കാനോ അല്ലെങ്കിൽ നമുക്കത് കഴിയില്ലല്ലോ. ഞങ്ങൾ ഈ പറയുന്ന പൊതുജനങ്ങളുമായും നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസത്തിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ അത്തരത്തിലുള്ള ചതിയിലേക്ക് ആളുകൾ തിരിച്ചുകൊണ്ട് വിളിക്കുന്നു. പ്രത്യേകമായ ചർച്ച ചെയ്യേണ്ടതില്ല, ഞങ്ങൾ ബോധവൽക്കരിക്കേണ്ടതില്ല. കാരണം നാഷണൽ അഫിലിയേഷൻ എന്ന അല്ലെങ്കിൽ അതിന്റെ നിയമവശങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾക്കാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരം സംഘടനയ്ക്കാണ്, അല്ലെങ്കിൽ മറ്റു സംഘടനയ്ക്ക് വേണ്ടത്. ഇത് കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഈ കുട്ടികൾ എങ്ങനെ നാഷണലിലേക്ക് പോകും, ഇങ്ങനെ വേൾഡിലേക്ക് പോകുന്ന ചോദ്യത്തിന് വേണ്ടി പകച്ചു നിൽക്കുകയാണല്ലോ ഈ പാരൻസ്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് സാർ? അത് ഞങ്ങൾ നാഷണൽ ലെവലിലേക്ക് ഞങ്ങൾ പോകാൻ പോകും. ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ ഇപ്പോൾ ഞങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഞങ്ങളൊരു ഈ നിയമ പോരാട്ടങ്ങൾക്ക് വലുതായിട്ട് പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ നിയമ പോരാട്ടങ്ങൾക്ക് പോകുന്നത് സാർ പറഞ്ഞ ഈ പോയിന്റാണ്. ഈ പറയുന്ന ഞങ്ങളെ കുട്ടികൾക്ക് നാഷണൽ പങ്കെടുക്കണ്ടേ? ഇപ്പോൾ ലോകത്തിൽ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ സ്പോർട്സ് എന്ന നിലയിൽ ഒരു ആർട്ട് ചെയ്യുന്ന ഏതാണെന്ന് വെച്ചാൽ കരാട്ടയാണ്. ആയിരക്കണക്കിനാണ് സാർ, ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇപ്പോൾ ഞങ്ങൾ പരിശീലിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഞങ്ങൾക്കിപ്പോൾ ഈ ഇവിടുത്തെ ടൂർണമെൻറ്റ് 2 ദിവസമായിട്ട് കാണുമ്പോൾ ഞങ്ങൾക്കുള്ള ഒരു സന്തോഷം ചെയ്യുന്ന പെർഫോമൻസ് വളരെ വളരെ വലുതാണ്. അവർ വളരെ മുമ്പ് ഞാനിവിടെ പഠിക്കാൻ 16ാമത്തെ വയസ്സിലാണ്. ഇപ്പോൾ 3ാമത്തെ വയസ്സ് വെച്ച് കരാട്ടെ പഠിക്കുകയാണ്. അതുകൊണ്ട് 10 വയസ്സുള്ള കുട്ടികൾ ഞങ്ങളെക്കായി സുഖമായിട്ട് കഴിയുന്നു. അപ്പോൾ കരാട്ടെ എത്ര ചാമ്പ്യനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഉറപ്പെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഇവിടെ ഇന്ന് 100ഓളം കുട്ടികൾക്ക് നാഷണൽ ലെവലിൽ മെഡൽ മേടിച്ചാൽ ആ നാഷണൽ ലെവലിൽ നാഷണൽ ഫെഡറേഷൻ നടത്തിയതല്ല, ഈ പറയുന്ന സ്കൂൾ ഗെയിംസുകൾ നാഷണൽ ലെവലിൽ നടത്തിയത്, അതിനൊക്കെ തന്നെ പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി മത്സരങ്ങൾ നടത്തിയത്, ആ മത്സരങ്ങളിലെല്ലാം നടത്തിയ 100 കണക്കിന് കുട്ടികൾ അത് അനധികൃതമായി പങ്കെടുത്തിട്ടുണ്ട്. അനധികൃത സംഘടനയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കുൾപ്പെടെ ഞങ്ങൾ കൊടുത്തു. കാരണം അവരെല്ലാം കുട്ടികളാണ്, അവർക്ക് അനധികൃതങ്ങളാണ്, അംഗീകാരങ്ങളാണ് അറിയില്ല. അവർ ഏതായാലും സ്കൂൾ ഗെയിംസിൽ പോകുന്നത് വേറൊരു ഫെഡറേഷൻ്റെ പേരിലല്ല, ഈ പറയുന്ന കോളേജിൽ നിന്ന് പോകുന്ന വേറൊരു ഫെഡറേഷൻ്റെ പേരിൽ. ആ കുട്ടികളെ എല്ലാം വിളിച്ച് ഞങ്ങൾ ഇന്ന് ഈ പറയുന്ന റിപ്പബ്ലിക് ഡേയുടെ ഇന്ന് രാവിലെ അവർക്ക് മൊമെൻ്റ് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഇന്ന് ഈ തുടങ്ങിയത്. അപ്പോൾ അത് ഞങ്ങൾ ഈ ആർട്ടിനെ എത്രത്തോളം വളർത്തിയെടുക്കുക. എനിക്കിപ്പോൾ 63 വയസ്സായി. ഞങ്ങളിപ്പോൾ പൂർണ്ണമായിട്ട് എൻ്റെ പ്രസിഡന്റിൻ്റെ ഉൾപ്പെടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കൊച്ചി ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള കൂടുതൽ ആ വലിയ ആളുകളെ തള്ളിക്കളയല്ല, അതേപോലെ ഏറ്റവും നല്ല കുട്ടികൾ വളർന്നു വരുന്നുണ്ട് സാർ. ഞങ്ങളൊക്കെ പണ്ട് പരിശീലിച്ച് നടക്കുന്നതല്ല, ഒരുപാട് ഡിഫറൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ പഠിപ്പിക്കുന്നതിലായാലും ശരി, പഠിക്കുന്നതിലായാലും ശരി. ഇപ്പോൾ അതെന്താ വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും കരാട്ടെ സംശയം ഉണ്ടെങ്കിൽ അവൻ ഇൻ്റർനെറ്റ് അടിച്ച് നോക്കും. അത് നല്ല ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർക്ക് പണി മേടിക്കും. കുട്ടിക്കറിയാം ഇതല്ലല്ലോ മാസ്റ്റർ അതാണ്. അപ്പോൾ ജപ്പാനിൽ പഠിക്കുന്ന ഒരു കുട്ടിയും ഈ കേരളത്തിൽ പഠിക്കുന്ന കുട്ടിയും തിരുവനന്തപുരത്ത് പഠിക്കുന്ന കുട്ടിയും ഒരേപോലെ ചെയ്യുന്ന ഒരു ആർട്ട് ഏതാണെന്ന് വെച്ചാൽ ഈ കരാട്ടെ. പുതിയ മാനം ഉണ്ടാക്കാൻ തന്നെയാണ് ശ്രമം. ഓക്കെ, എന്നാൽ ഇതിന്റെ ഒരുക്കങ്ങൾ നടത്തിയത് ഇവിടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ്, സ്റ്റേറ്റിന്റെ സെക്രട്ടറി പ്രസിഡന്റ് നമ്മുടെ ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു 14 ജില്ലയിൽ വരുന്ന പാർട്ടിസിപ്പേഷൻ എങ്ങനെ നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ നടത്തിപ്പിനായിട്ട് നമ്മളിവിടെ ഒരു കേരള കരാട്ടെ അസോസിയേഷൻ്റെ അണ്ടർ ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വർക്കുകളെല്ലാം ഈ സ്റ്റാറ്റിൻ്റെ വിവിധ ഭാരവാഹികൾക്കും ട്രെയിൻ ചീഫുകൾക്കുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ആ ഓരോ ചുമതല ഏറ്റെടുത്തവരും അത് വളരെ നല്ല രീതിയിൽ ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ 3 ദിവസമായിട്ട് വളരെ വിജയകരമായിട്ട്. എങ്ങനെയാണ് ഇതിലിപ്പോൾ ഒരുക്കങ്ങൾ? കാരണം പ്രത്യേകിച്ച് 3 ദിവസം ഈ വന്ന പാരൻസിന് പ്രത്യേകിച്ച് 14 ജില്ലകളിൽ നിന്ന് അത്യാൻ എന്ന ജില്ലയിൽ നിന്നുണ്ട്. അവർക്കുള്ള താമസവും സൗകര്യമൊക്കെ എങ്ങനെയാണ് ഒരുക്കി കൊടുത്തത്? നമ്മൾ അവരുടെ റെസ്പോൺസിബിലിറ്റി. ഇതിപ്പോൾ ഈ ഇവിടെ ഒഫീഷ്യൽസിൻ്റെ എല്ലാം
അക്കോമഡേഷനെല്ലാം അസോസിയേഷൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി കുട്ടികൾക്ക് താമസിക്കുന്നതിനുള്ള വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളെല്ലാം തന്നെ അക്കോമഡേഷൻ്റെ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി ശ്രീ സുരേഷ് കുമാർ അദ്ദേഹമാണ് അത് ലീഡ് ചെയ്യുന്നത്. അദ്ദേഹം വളരെ നല്ല രീതിയിലാണത് ആ കാര്യം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള യാതൊരു പരാതികളും ഇല്ലാതെ അക്കോമഡേഷൻ നമുക്ക് ലീഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത്രയും ഒരു എക്സ്പെൻസ് കൂടുതലാകുമെന്നുള്ളതുകൊണ്ടാണല്ലോ മറ്റു സംഘടനകൾ കൂടുതൽ ഫീസ് കുട്ടികളെ ഈടാക്കുന്നത്. ജിമ്മി ജോർജ് പോലുള്ള സ്റ്റേഡിയത്തിൽ 3 ദിവസം നടക്കുന്നത് നല്ല എക്സ്പെൻസ്. സർക്കാർ തലത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു വരുമാനം അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം അവിടെ കിട്ടുന്നത് സാമ്പത്തികമായി? നിലവിൽ കായിക സംഘടനകൾക്ക് കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഗ്രാൻഡോ മറ്റ് യാതൊരു ആനുകൂല്യങ്ങളും സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല. അസോസിയേഷൻ സാമ്പത്തിക അതുകൊണ്ട് തന്നെ ഇത്തരം മത്സരങ്ങൾ ക്വാളിറ്റിയോടുകൂടി നടത്തുക എന്ന് പറയുന്നത് അസോസിയേഷനുകളെ സംബന്ധിച്ച് വളരെ വലിയൊരു വെല്ലുവിളിയാണ്. പക്ഷേ കേരള കരാട്ടെ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഈ സാമ്പത്തിക പരാധീനതയുടെ പേരിൽ അത് പറഞ്ഞുകൊണ്ടും ഇതിൻ്റെ ഒരു ക്വാളിറ്റി കുറയ്ക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഇത് ഏതൊരാളിനും അതിൻ്റെ ഭക്ഷണകാര്യമായാലും താമസ സൗകര്യമായാലും അതുപോലെ ഇതിൻ്റെ ഈ മത്സര സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അതിന് അവർക്ക് വേണ്ട റൈറ്റുകൾ ഇവിടെ തന്നെ എല്ലാ മത്സര സ്ഥലത്തും ഡിജിറ്റൽ സ്കോർ ബോർഡ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടി അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവർക്ക് പ്രൊട്ടസ്റ്റ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് കൃത്യമായി മത്സര ഷെഡ്യൂൾ മുന്നേ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാ ചേർത്തുകൊണ്ടാണ് നമ്മളിവിടെ ഈ പ്രശ്നം നടത്തുന്നത്. ചിലപ്പോൾ ആദ്യമായി പ്രത്യേകിച്ച് കായിക താരങ്ങളെ വാർത്തെടുക്കാനുള്ള സ്പോർട്സ് പ്രത്യേക ലക്ഷ്യമാണ്. അതിനുവേണ്ടി മന്ത്രി അത് പറയുന്നത്. എങ്കിൽ അങ്ങനെ ഒരു നിവേദനം കൊടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് കലാശത്തോട് അത് ഈ കരാട്ടെ മാത്രമല്ല ഈ വിഷയം. എല്ലാ കായിക രംഗത്തും എനിക്ക് തോന്നുന്നു എൻ്റെ സുഹൃത്തുക്കളൊക്കെ വഴി അറിയാൻ കഴിയുന്നത് സ്പോർട്സ് കൗൺസിലായാലും ഹോസ്പിറ്റലിലായാലും ഒക്കെ ഈ ഒരു സാമ്പത്തിക പരാധീനതയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അത് എല്ലാ മേഖലയിലും സർക്കാർ തലത്തിൽ നേരിടുന്നത് പോലുള്ളൊരു പ്രശ്നമാണ് ഈ രംഗത്തും ഉള്ളത്. അപ്പോൾ അതിന് പരിഹരിക്കുന്നതിന് നമ്മൾ നിവേദനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് അതിൽ ഒരു പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ എന്നാലും ഇതിനു വേണ്ടി ടാസ്ക്കായ ഒരു തീരുമാനം എടുത്താൽ മുന്നോട്ട് പോകുന്ന പ്രത്യേക താങ്ക് യു. അതിന് പക്ഷേ എനിക്കൊരു കാര്യം ഇതിൻ്റെ കാര്യത്തിൽ പറയാനുണ്ടായിരുന്നു. അതായത് ഈ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് ഇവിടെ എന്തുകൊണ്ടാണ് WKF അംഗീകാരം കൊടുക്കാത്തത് എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. WKF അഥവാ എന്താണ് രണ്ടുപേർക്കും എന്തുകൊണ്ട് അംഗീകാരം കിട്ടുന്നില്ല? ഇല്ല, യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെ ഒരു ചർച്ച യഥാർത്ഥത്തിൽ തെറ്റായ ഒരു ചർച്ചയാണ് നടക്കുന്നത്. ഒരു കായിക ഇനത്തിന് അംഗീകാരം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ രാജ്യത്തെ കായിക താരങ്ങളുടെ മുന്നോട്ട് പോക്കിന് വേണ്ടിയിട്ട് ആണ് ഈ സംഘടനകൾ ഒരു സംഘടനയ്ക്ക് അംഗീകാരം കൊടുക്കുന്നത്. ആ സംഘടനയുടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതും അതിൽ അംഗമാകുന്നതിനുമൊക്കെ കൃത്യമായി കായിക ചട്ടങ്ങളും ആ ചട്ടപ്രകാരം അത് രൂപീകരിക്കപ്പെടുകയും അങ്ങനെ അത് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിലാണ് അതിന് അംഗീകാരം ഉണ്ടാകാൻ കഴിയും. അപ്പോൾ പറഞ്ഞാൽ അവരെങ്ങനെ പ്രവർത്തിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അംഗീകാരം കിട്ടാത്തത്. ഇപ്പോൾ ഒരു അംഗീകാരത്തിന് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ 2014 കേരളത്തിൽ കരാട്ടയ്ക്ക് സ്പോർട്സ് കൗൺസിൽ അംഗീകാരം കിട്ടിയെങ്കിലും തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒരു കരാട്ടെ സംഘടനയെ അംഗീകരിക്കുന്നത് 2023 9 വർഷത്തിന് ശേഷം. അപ്പോൾ അതിന് മുൻപ് സംഘടനകൾ സ്വന്തമായിട്ട് പ്രവർത്തിച്ച് അതിന് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അതിനുവേണ്ടി ശ്രമിക്കാതിരുന്നത് കൊണ്ടായിരിക്കണമല്ലോ അത് ഇതിൽ അംഗീകാരമില്ലാതെ പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സർക്കാർ ഉത്തരവ് മേടിക്കണമെങ്കിൽ അതിന് ബന്ധപ്പെട്ട ഒരുപാട് രേഖകൾ നമ്മൾ ഹാജരാക്കേണ്ടതുണ്ട്. ആ രേഖകൾ ഹാജരാക്കിയാൽ മാത്രം പോരാ, അതിൻ്റെ നമ്മുടെ പ്രവർത്തന രീതിയും അത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കരാട്ടെ അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ കുട്ടികൾക്കും അതിൽ പങ്കെടുക്കാം. അതിനുള്ള റൈറ്റ് കൊടുത്തുകൊണ്ടായിരിക്കണം, അതിന് പക്ഷഭേദമില്ലാതെ ആയിരിക്കണം ആ കാര്യത്തിൽ. പക്ഷേ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് ഈ പാരലൽ സംഘടനകളായിട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ അവർ സംഘടനയ്ക്കകത്ത് അഫിലിയേഷൻ എടുക്കണം, അതിന് വലിയൊരു തുക ചെലവാക്കണം, അതിലുള്ളവർക്ക് മാത്രമേ അതിനകത്ത് പങ്കെടുക്കാൻ കഴിയുള്ളൂ. അവരൊരിക്കലും നമ്മുടെ ഒരു രാജ്യത്തെ റെപ്രസെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്തിന് അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. അവർ നമ്മളിപ്പോൾ ഈ റോട്ടറി ക്ലബ്ബെന്നോ ലയൺസ് ക്ലബ്ബെന്നോ ഒക്കെ പറയുന്ന പോലെ അവരുടെ സാമ്പത്തികം കൊടുത്ത് അംഗമാകുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളായി ചുരുങ്ങുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാഷണൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ് അംഗീകൃതമായാണ് നാഷണൽ നമ്മൾ പറയുന്നത്. നിലവിൽ ഇന്ത്യയിൽ ഗവൺമെൻറ് അംഗീകൃതമായിട്ട് നടക്കുന്ന മത്സരങ്ങളെന്ന് പറയുന്നത് സ്കൂൾ ഗെയിംസും യൂണിവേഴ്സിറ്റി ഗെയിംസും. അല്ലാതെ ഒരു ദേശീയ തലത്തിലൊരു മത്സരം കരാട്ടയുടെ കാര്യത്തിൽ ഗവൺമെൻറ് അംഗീകൃതമായി നടക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇതിൽ നടന്നാലിരുന്ന കോടതി റദ്ദ് ചെയ്തത്. തീർച്ചയായിട്ടും ഒരു ജില്ലാ സംസ്ഥാന ദേശീയ
മത്സരങ്ങളൊക്കെ നടക്കുന്നതിന് അതിന് കൃത്യമായി ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ആവശ്യപ്പെടും. നമ്മൾ ആ ടെറിട്ടറി റെപ്രസെൻറ്റ് ചെയ്യുന്ന ആയിട്ടൊരു കാര്യം നടത്തണമെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ആവശ്യപ്പെടും. അത് ഇല്ലാതെ വന്നതുകൊണ്ടാണ് അത് സ്പോർട്സ് ആക്ടുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് വൈലേഷനായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് വലിയൊരു അറിവ് കൂടിയാണ് കരാട്ടെ സ്നേഹിക്കുന്ന ആളുകൾ എന്തായാലും ജില്ലാ സെക്രട്ടറി സംബന്ധിച്ചായിരുന്നു എന്നാലും കേട്ടത്. എന്തായാലും ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ സംഘടനാ പക്ഷപാതങ്ങളെ എല്ലാവർക്കും മത്സരിക്കാൻ അവസരം കൊടുത്തുകൊണ്ടാണ് തീർച്ചയായും ഇവിടെ ഈ മത്സരത്തിൽ ഓരോ ജില്ലകളിലും ആ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ലബ്ബ് ആ ക്ലബ്ബുകളിൽ നിന്നുള്ള ടീമുകൾക്ക് പുറമെ ആ പ്രത്യേക ടെറിട്ടറി ഇപ്പോൾ ആ ജില്ലയിൽ ഏത് കുട്ടികളാണെങ്കിലും ഇതിനകത്ത് ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ വഴി ആ കുട്ടിക്ക് മത്സരത്തിലേക്ക് വരാൻ പറ്റും. ഏത് സംഘടനയെ പ്രവർത്തിച്ചാൽ ഏത് സംഘടനയെ പ്രവർത്തിച്ചാൽ ഇപ്പോൾ ഇന്ന് ഈ സ്റ്റേറ്റ് മത്സരത്തിൽ തന്നെ വിവിധ ജില്ലകളിൽ നിന്നായിട്ട് ഈ ജിയോ ഉൾപ്പെടെയുള്ള സംഘടനകളിൽ അതിൻ്റെ സംസ്ഥാന സംഘടനകളിലൊക്കെയുള്ള ധാരാളം കുട്ടികൾ ഇന്നിവിടെ ഈ മത്സരത്തിൽ പങ്കെടുക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു തുറന്ന പുസ്തകം പോലെ കരാട്ടെ സ്നേഹിക്കുന്ന കരാട്ടെ അറിയുന്ന ആർക്കും മത്സരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് തുറന്നു കൊടുത്തിട്ടുള്ളത്. തീർച്ചയായും അത് അങ്ങനെ ഇപ്പോൾ ഒരു ജില്ലയിൽ നിന്നും ആ ജില്ലയുടെ അസോസിയേഷന് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനിലെ ഒരു കുട്ടി അല്ലെങ്കിൽ ആ അസോസിയേഷനിലെ ഒരു നേതാവിൻ്റെയോ ഒരു ഇൻസ്ട്രക്ടറുടെയോ വിദ്യാർത്ഥി ഈ സംഘടനയിൽ വന്ന് മത്സരിച്ച് അവിടെ വിജയിച്ചാൽ മാത്രമല്ലേ ഇന്ന് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് വരാൻ കഴിയും. അപ്പോൾ അവർ പോലും അവിടെ വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മത്സരം നടത്തിയതിൻ്റെ ഒരു സുതാര്യതയും അതിൻ്റെ നിഷ്പക്ഷതയുമാണ് അവിടെ തെളിയിക്കുന്നത്. ഇവിടെ ഈ മത്സരത്തിൽ പോലും ധാരാളം കുട്ടികൾ ഈ സംഘടനയുടെ ക്ലബ്ബുകളിൽ അല്ലാത്ത കുട്ടികളുടെ വിജയിക്കപ്പെട്ടു. അവർക്കും അതിന് അർഹിക്കപ്പെട്ട സർട്ടിഫിക്കറ്റും മെഡലും കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇതിനകത്ത് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മറ്റ് സംഘടനകളെല്ലാം അവരുടെ ഒരു മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ ഇത്ര രൂപ ദേശീയ ഫെഡറേഷൻ അടയ്ക്കണം, ഇത്ര രൂപ സംസ്ഥാന സംഘടനയ്ക്ക് അടയ്ക്കണം, ഇത്ര രൂപ ജില്ലാ ഇങ്ങനെയൊക്കെ അടച്ച് അതിൻ്റെ ഒരു മാസവരിക്കാരനോ വാർഷിക വരിക്കാരനോ ആയാൽ മാത്രമേ അവർക്ക് പങ്കെടുക്കാൻ. പക്ഷേ ഇത് അതൊന്നുമില്ലാതെ ആർക്കും മത്സരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സുതാര്യമായി തുറന്നു കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ എന്നാലും വലിയൊരു വിജ്ഞാനമാണ് ഈ ഇരട്ടപ്പള്ളിയിലേക്ക് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ഈ പഠനം നടത്തുന്ന കാലത്ത് കൂടുതൽ ആവശ്യം ഈ സമയത്ത് തുറന്നു കൊടുത്ത ഒരു വലിയൊരു വിജ്ഞാനം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ മത്സരം അതിൻ്റെ അവസാന നിമിഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ വലിയ അറിവുകളാണ് ഈ പറഞ്ഞ കലാലയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാ സംഘടനകളും രംഗത്തും. എന്നാൽ അതിൽ ഏതാണ് ആധികാരികം, അതിന് ഏത് മത്സരിച്ച് സർക്കാർ ഗ്രേസ് മാർക്കും സ്പോർട്സ് കിട്ടുന്നതാണ് ചോദ്യചിഹ്നമായിരുന്നത്. അതിനൊരു നടപടി കൂടിയാണ് എനിക്ക് മുതിർന്ന പ്രേക്ഷകർക്ക് ബോധ്യമാകുന്ന രീതിയിലൂടെ ആയുധ സംഘടന സമിതി ഇതിനുവേണ്ടി നമുക്ക് കരാട്ടെ വളർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ എല്ലാ സംഘടനയും പ്രവർത്തിക്കുന്നത്. പക്ഷേ അത് ആധികാരികമായിരിക്കണം എന്നതാണ് ഇവിടെ പറഞ്ഞത് ഏക ചുരുക്കം. എന്നാലും അതിനുവേണ്ടി പ്രത്യേക ഇനിഷ്യേറ്റീവ് ചെയ്ത് എടുത്ത ഈ സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ നടത്തുന്ന ചാമ്പ്യൻഷിപ്പ് പ്രത്യേക അഭിനന്ദനം മലയാള ദിവസത്തിന്റെ റെക്കോർഡ് നിലയ്ക്ക് ഒരു കരാട്ടെ അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാനും അർപ്പിക്കുകയാണ്. ഈ ഒരു റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന ഈ ഒരു സമയത്ത് പുതിയൊരു വിജ്ഞാനവും ഒരു അറിവ് കൂടിയാണ് പകർന്നു നൽകുന്നത്. നമുക്ക് ഇനിയും ആധികാരികമായ നില ചാമ്പ്യന്മാരെ വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം വിടാം. ബൈ. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും.